ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ തീപ്പെട്ടിയൊക്കെ തണുത്തു പോകും, പുറത്തിട്ടാൽ മഴ സമയത്തൊക്കെ തീപ്പെട്ടി തണുത്തു പോകും. അപ്പോൾ അങ്ങനെ തണുത്തു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ഡപ്പയ്ക്കകത്താക്കി വെക്കുക. അപ്പം തീപ്പെട്ടി നമ്മൾ എത്ര നാൾ ഇതിനകത്ത് ഇരുന്നാലും തണുത്ത് ഇരിക്കത്തില്ല, നമുക്ക് പെട്ടെന്നെടുത്ത് കത്തിക്കുന്നതിന് ഒന്നും ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പം മിക്സിയുടെ ജാറിലൊക്കെ ബ്ലേഡ് മുറിച്ച് കൂട്ടണമെങ്കിൽ ഇതേപോലെ മുട്ടത്തോടിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പം മിക്സിയുടെ ബ്ലേഡൊക്കെ നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും കണ്ടോ. അപ്പം നമുക്ക് ഏത് ജാറ് വേണേലും ഇതേപോലെ മുട്ടത്തോടിട്ട് അടിച്ചെടുത്താൽ മതി. നമുക്ക് ഈ തോട് ഇനി കളയേണ്ട ആവശ്യമില്ല. ഈ തോട് വെച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ തോട് ഒരു പാത്രത്തിനകത്തോട്ട് തട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് തന്നെ നമുക്ക് ഇതിനകത്ത് ഉപ്പ് പൊടി ചേർത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ സ്ഥിരം പിടിച്ച് വെക്കുന്ന ബക്കറ്റിനകത്തുള്ള ഇഴുക്കലൊക്കെ മാറുന്നതിന് ഈ മുട്ടത്തോട് നമുക്ക് വളരെ പ്രയോജനമാണ്. അപ്പോൾ ഇതേപോലെ കണ്ടോ, പ്ലാസ്റ്റിക് ഡപ്പ, ചരുവം, പാത്രം എല്ലാം ഇത് വെച്ച് ക്ലീൻ ആക്കാൻ പറ്റും. കുറച്ച് സോപ്പ് പൊടിയോ ഡിഷ് വാഷോ എന്തെങ്കിലും ചേർത്താൽ മതി. ഇതേപോലത്തെ മഗ് ഒക്കെ തേക്കുന്നതിന് കുറച്ച് ഉപ്പ് പൊടിയും ഇതേപോലെ കണ്ടോ സിങ്ക് ഉപ്പ് പൊടിയും ഡിഷ് വാഷും ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത് വെച്ച് ബാത്റൂം ക്ലീൻ ആക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് തേയിലപ്പൊടിയാണ്. അപ്പോൾ കണ്ടോ, 1 ടീസ്പൂൺ അളവിൽ ഞാൻ തേയിലപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ തേയില നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ്. ഇനിയിപ്പോൾ ഞാൻ മുട്ടത്തോടും തേയിലപ്പൊടിയും സോപ്പ് പൊടിയും കണ്ടോ. അപ്പോൾ ഇത് ഇത്രയും മൂന്നും കൂടെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ബാത്റൂം എത്ര കറ പിടിച്ച ബാത്റൂമാണേലും എത്ര നാൾ നമ്മൾ ഉപയോഗിക്കാതിരുന്ന ബാത്റൂമാണേലും നമ്മൾ ഒന്ന് തേച്ച് നോക്കണം. നല്ലൊരു റിസൾട്ട് ഇതിനകത്തുനിന്ന് കിട്ടും നമുക്ക്. പിന്നെ ഞാൻ കണ്ടോ, ഇത് നമ്മുടെ ബാത്റൂം കഴുകാനുള്ള ടിന്നിനകത്തോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാത്റൂം ടൈല് നല്ല രീതിയിൽ അഴുക്കുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ നനച്ചിട്ടല്ലേ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ടൈലെല്ലാം കൊണ്ട് കരിമ്പുള്ളിയായിട്ട് നല്ല രീതിയിൽ നമ്മൾ സോപ്പ് വെള്ളമൊക്കെ തെറിച്ചിട്ട് കരിമ്പുള്ളിയായിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പം ഇത് നമുക്കിത് തൊട്ട് കൊടുത്താൽ മതി, നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇത് കഴുകി ഇറക്കുമ്പോൾ അതിൻ്റെ അഴുക്കൊന്ന് നോക്കിക്കൊള്ളണം. അപ്പോൾ നമ്മൾ കാണുമ്പം ഒന്നുമില്ലയെന്ന് തോന്നും. അപ്പോൾ ഞാൻ ഉരച്ച് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടാൽ തന്നെ പെട്ടെന്ന് ആ അഴുക്കെല്ലാം കരിമ്പുള്ളി എല്ലാം പോവും. അപ്പോൾ നമ്മൾ 4 വശവും ഇതേപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈല്, നമ്മുടെ ഫ്ലോറും ഇതേപോലെ തന്നെ ക്ലീനാക്കി എടുക്കാം. അതേപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം എന്തുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുകൊണ്ട് കഴുകി ഇറക്കുമ്പോഴത്തേന് ആ താഴ്ഭാഗത്ത് കൂടിയതുകൊണ്ട് കരിമ്പുള്ളി ഉണ്ടോ, കരിമ്പുള്ളി എല്ലാം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 4 ഭാഗത്ത് ഞാൻ തേച്ചതിന് ശേഷം ഇപ്പോൾ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പം നല്ല രീതിയിൽ അഴുക്കുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ കിച്ചൺ ടൈല്, പാത്രങ്ങളെല്ലാം ഈ ഒരു മുട്ടത്തോടും തേയിലപ്പൊടിയും കൊണ്ട് തേച്ച് കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തേക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ബാത്റൂം കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് വെച്ച് കഴുകിയാൽ 2 മാസത്തേക്ക് ഇതേപോലെ തന്നെ നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ പെട്ടെന്ന് കയറി അഴുക്ക് പിടിക്കത്തില്ല. അതാണ് ഇതുകൊണ്ട് തേക്കുന്നതിൻ്റെ ഉദ്ദേശം. കാരണം അത്ര നല്ല ക്ലീനായിട്ട് ബാത്റൂം കിടക്കുകയും ചെയ്യും. നമുക്ക് എപ്പോഴും ഇതേപോലെ ഉരച്ച് തേക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നോക്കിക്കൊള്ളണം, താഴത്തൂടെ അഴുക്ക് കണ്ടോ, നല്ല രീതിയിൽ താഴോട്ട് നോക്ക് അഴുക്ക് ഇളകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ ടൈലൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തേച്ച് എത്ര വലിയ ബാത്റൂം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം. അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. കാരണം അത്രയ്ക്ക് നല്ലൊരു ക്ലീനിങ് സാധനം തന്നെയാണ് മുട്ടത്തോട്. അപ്പം 4 ഭാഗത്തും ഞാൻ തേച്ചെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം വെള്ളം ഒഴിച്ച് കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അന്നേരം അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ടാപ്പൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തും കഴുകിയെടുക്കാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.